Good afternoon, all. Good afternoon, ma'am. Good afternoon. Last class നമ്മൾ എവിടെയായിരുന്നു ഓർമ്മയുണ്ടോ? Problems in orientation. കംപ്ലീറ്റ് ആയോ? കംപ്ലീറ്റ് ആയില്ല. ആദ്യത്തെ 2 പോയിന്റ്. ആദ്യത്തെ 2 പോയിന്റ് പറഞ്ഞോളൂ അല്ലേ? ഡാറ്റ ഓവർലോഡ് ആൻഡ് പ്രോബ്ലംസ് ഓഫ് ബോർഡം ആൻഡ് റിജിഡിറ്റി. അത്രയല്ലേ ഡിസ്കസ് ചെയ്തോളൂ? Then third point നോക്കാം, lack of adequate time and training for the facilitator. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം കൊടുക്കാൻ നമുക്ക് ട്രെയിനർ ആവശ്യമാണ്. ഒരു സൂപ്പർവൈസറോ ഒരു ലൈൻ മാനേജറോ നമുക്ക് ട്രെയിനർ ആയിട്ട് വേണം. അവർക്ക് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്തിട്ടില്ലെങ്കിൽ അത് മേ ബി ഓറിയന്റേഷൻ അത് അഫക്ട് ചെയ്യും. നമ്മളിപ്പോ ഒരു വ്യക്തിക്ക് പ്രോപ്പർ ആയിട്ട് ട്രെയിനിങ്ങോ എക്സ്പീരിയൻസോ ഇല്ല, ഓറിയന്റേഷൻ കൊടുക്കുന്ന ഒരു വ്യക്തിക്ക് പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ്ങോ അതേപോലെ തന്നെ എക്സ്പീരിയൻസോ ഇല്ലെങ്കിൽ അവർ കൊടുക്കുന്ന ട്രെയിനിങ് എങ്ങനെയായിരിക്കും? മോശമായിരിക്കും. സോ നമ്മളപ്പോൾ ലാക്ക് ഓഫ് ആഡ്വക്കേറ്റ് ടൈം ആൻഡ് ട്രെയിനിങ് ഫോർ ഫെസിലിറ്റേറ്റർക്ക് ആഡ്വക്കേറ്റ് ടൈം കൊടുത്തിട്ടില്ല, അതേപോലെ ട്രെയിനിങ്ങും പ്രൊവൈഡ് ചെയ്തിട്ടില്ല. When the role of promoter of an intention program is handed over to the supervisor and line manager. ഒരു പ്രൊമോട്ടർ എന്ന് ഉദ്ദേശിക്കുന്നത് ഓണറിന്റെ മെയിൻ ആയിട്ടുള്ള റോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇന്റൻഷൻ പ്രോഗ്രാം ആർക്ക് കൈമാറുക? സൂപ്പർവൈസർക്കോ ലൈൻ മാനേജർക്കോ കൈമാറുക. ഓഫ് ദ ഓർഗനൈസേഷൻ that they may not be able to carry it effectively due to lack of adequate experience and training. എന്തുകൊണ്ട് അവർക്ക് ചെയ്യാൻ പറ്റാത്തത്? അവർക്ക് ആഡ്വക്കേറ്റ് ആയിട്ട് ട്രെയിനിങ്ങോ എക്സ്പീരിയൻസോ ഇല്ലാത്തതുകൊണ്ടായിരിക്കും അവർക്ക് ഓറിയന്റേഷൻ പ്രോഗ്രാം പ്രോപ്പർ ആയിട്ട് ചെയ്യാൻ പറ്റാത്തത്. Moreover, they may also be extremely busy in making arrangements for the programs in advance, and as the result of which the efficiency may ultimately affected. എന്നാലോചിച്ചോക്കെ, നമുക്ക് ഓറിയന്റേഷൻ പ്രോഗ്രാം കൊടുക്കുന്ന വ്യക്തിക്ക് അതിന്റെ എക്സ്പീരിയൻസോ ട്രെയിനിങ്ങോ ഇല്ല. സോ ദാറ്റ്സ് ഓറിയന്റേഷൻ കറക്റ്റ് ആയിരിക്കോ? അല്ല. പ്രോപ്പർ ആയിട്ട് നമുക്ക് ഓറിയന്റേഷൻ കൊടുക്കാൻ പറ്റില്ല. They might also try to weak the significance of increment position in the organization and overstate their power on increment job. അപ്പോൾ ഞാനിപ്പോ ഒരാളെ എന്ത് ചെയ്യാണ്? ട്രെയിൻ ചെയ്യാണ്. സോ അവിടെ അവർക്ക് അദ്ദേഹത്തിന്റെ കഴിവുകൾ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യാനല്ല നമ്മൾ നോക്കുക. എന്റെ പവർ ആ ജോലിയിൽ എന്ത് തീരുമാനം എടുക്കുമ്പോഴും ഞാൻ ഓവറായിട്ട് അവരെ എന്ത് ചെയ്യുന്നു? കെയർ ചെയ്യുന്നു. അല്ലെങ്കിൽ ഈച്ച് ആൻഡ് എവറി ഡിസിഷൻ അവരെ കൊണ്ട് എടുക്കാൻ പറ്റുന്ന ഡിസിഷൻ ആണെങ്കിൽ പോലും ഞാൻ അവരെ കൊണ്ട് അത് എടുപ്പിക്കുന്നില്ല, അവരെ അലൗ ചെയ്യുന്നില്ല. ഡിസിഷൻസ് ഒന്നും എടുക്കാനായിട്ട് ഞാൻ അവർക്ക് റൈറ്റ്സോ കാര്യങ്ങളോ ഒന്നും കൊടുക്കുന്നില്ല. എല്ലാ കാര്യങ്ങളും ഞാനാണ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഒരു എന്താ പറയാ, അവർക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല എംപ്ലോയീസിന്. As the result, the attitude and the content of the existing employee may be seen to be threatening for the increment. ഒരു ന്യൂ എംപ്ലോയിനെ സംബന്ധിച്ച് അവിടുത്തെ എക്സിസ്റ്റിംഗ് എംപ്ലോയീസിന്റെ ഇതേപോലുള്ള ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ threatening ആണ്, ഭീഷണിയാണ്. ഒരു എന്താ പറയാ, ഭീഷണി പോലെ ആയിരിക്കും തോന്നുന്നത്. സാധാരണ നമ്മളൊരു സ്ഥാപനത്തിലേക്ക് ന്യൂലി റിക്രൂട്ട് ചെയ്ത് പോകുമ്പോ അല്ലെങ്കിൽ നമ്മളൊരു സ്ഥാപനത്തിലേക്ക് ആദ്യമായിട്ട് ജോലിക്ക് വേണ്ടി പോകുമ്പോ അവിടുത്തെ എക്സിസ്റ്റിംഗ് എംപ്ലോയീസ് നമ്മളോട് മോശമായിട്ടാണ് പെരുമാറുന്നെങ്കിൽ മേ ബി അവര് നമ്മള് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ നമ്മളുടെ ഒരു കോൺഫിഡൻസ് ലെവല് ലോ ആകും. അതേപോലെ തന്നെ അവരായിട്ട് എപ്പോഴും ക്ലാഷ് വരാനുള്ള ചാൻസ് ഉണ്ട്. ദാറ്റ് മേ ബി ലീഡ്സ് ടു കോൺഫ്ലിക്ട്സ്, തർക്കങ്ങൾ, കോൺഫ്ലിക്ട്സിനൊക്കെ കാരണമാകും. അപ്പൊ ഒന്ന് നോക്കേണ്ടത് ആഡ്വക്കേറ്റ് ടൈം നമ്മൾ അലോ ചെയ്യണം. ഓറിയന്റേഷൻ കൊടുത്തിട്ട് ആഡ്വക്കേറ്റ് ടൈം ആർക്ക് അലോ ചെയ്യണം? എംപ്ലോയീസിനെ അലോ ചെയ്യണം. റൈറ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ആഡ്വക്കേറ്റ് ടൈം നമ്മൾ അലോ ചെയ്യണം. നെക്സ്റ്റ് ആണ് നമ്മൾ ആ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഓറിയന്റേഷൻ പ്രോഗ്രാം പ്രൊവൈഡ് ചെയ്യുന്ന വ്യക്തികൾക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യണം? ട്രെയിനിങ് അലോ ചെയ്യണം. അവർക്ക് ആ എക്സ്പീരിയൻസും ട്രെയിനിങ് ഉള്ള വ്യക്തികളായിരിക്കണം ഓറിയന്റേഷൻ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യേണ്ടത്. ഓർഗനൈസേഷനെ കുറിച്ച് വ്യക്തമായ ധാരണ ഉള്ളവരായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? ഓറിയന്റേഷൻ പ്രോഗ്രാം ചെയ്യേണ്ടത്. റിസ്ക് ഓഫ് ഫെയിലിയർ ആൻഡ് കൗണ്ടർ എഫക്ട്. ഇപ്പൊ പ്രോപ്പർ ആയിട്ട് നമ്മൾ ഓറിയന്റേഷൻ പ്രോഗ്രാം പ്രൊവൈഡ് ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ ഫെയിലിയർ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. The retention level of the employee can be improved through an organized intention program. നമ്മളുടെ കമ്പനിയിൽ റീറ്റെയിൻ ചെയ്യുക, ഒരു എംപ്ലോയിനെ റീറ്റെയിൻ ചെയ്യുക, കമ്പനിയിൽ തന്നെ നിലനിർത്തുക.
അതെങ്ങനെയാണ് പോസിബിൾ ആകുന്നത്? നല്ലൊരു ഓറിയന്റേഷൻ പ്രോഗ്രാമിലൂടെ അല്ലെങ്കിൽ ഇൻജക്ഷൻ പ്രോഗ്രാമിലൂടെയാണ് അത് പോസിബിൾ ആകുന്നത്. The retention level of the employee can be improved through an organized intention program, and as the result of which attrition can be reduced, particularly in early years. നമുക്ക് നമ്മുടെ ഇതിലൊക്കെ ഒഴിഞ്ഞു പോകുക അല്ലെങ്കിൽ എംപ്ലോയീസ് നമ്മളിൽ നിന്ന് വിട്ടു പോകുന്നത് ലോങ് റണ്ണിൽ അല്ലെങ്കിൽ ഏർലി ഇയേഴ്സിൽ നമുക്ക് ഒരു പരിധിവരെ തടയാൻ പറ്റും. നല്ലൊരു ഓറിയന്റേഷനും ഇന്റൻഷൻ പ്രോഗ്രാം നമ്മുടെ എംപ്ലോയീസിന് ന്യൂലി റിക്രൂട്ട് ചെയ്ത എംപ്ലോയീസിന് കൊടുക്കുകയാണെങ്കിൽ അവര് നമ്മുടെ സ്ഥാപനം വിട്ട് മറ്റൊരു സ്ഥാപനത്തിലേക്ക് പോകില്ല എന്നാ പറയുന്നത്. ഓൺ ദ അതർ ഹാൻഡ് എന്ന് പറഞ്ഞാൽ അല്ലാത്ത പക്ഷം പ്രോപ്പർ ആയിട്ട് ട്രെയിനിങ് കൊടുത്തില്ല. A weekly prepared and implement intention program could produce undeserved result. നമ്മൾ പ്രതീക്ഷിക്കാത്ത റിസൾട്ട് ആയിരിക്കും ഒരു പ്രിപ്പയർഡ് അല്ലാത്ത അല്ലെങ്കിൽ വീക്ക്ലി ആയിട്ടുള്ള ഒരു ഇന്റൻഷൻ പ്രോഗ്രാം എന്ത് ചെയ്യുന്നത് ഇംപ്ലിമെന്റ് ചെയ്താൽ വരുന്ന പ്രശ്നങ്ങൾ. Okay, it may force the new employee to build negative feelings towards the organization. ഒരു പ്രോപ്പർ അല്ലാത്ത ഇൻഡക്ഷൻ പ്രോഗ്രാം ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ ഒരു നെഗറ്റീവ് ഫീലിംഗ് ആയിരിക്കും ഓർഗനൈസേഷനോട്. നമുക്കൊരു നെഗറ്റീവ് ഫീലിംഗ് തോന്നും. കാരണം നമ്മൾക്ക് പ്രോപ്പർ ആയിട്ട് ട്രെയിനിങ് തന്നിട്ടില്ല, നമ്മുടെ റോൾ എന്താന്ന് പറഞ്ഞു തന്നിട്ടില്ല, നമ്മൾ എന്തൊക്കെ വർക്കാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ആ കമ്മ്യൂണിറ്റിക്ക് ദേഷ്യം തോന്നും. ആൻഡ് ഓൾസോ അബൌട്ട് ദ attitude towards the intention program. അതേപോലെ തന്നെ ഇന്റൻഷൻ പ്രോഗ്രാമിനോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ്. ഓൾസോ ദിസ് ഇസ് നോട്ട് ഡൺ ഡെലിബറേറ്റ്ലി. നമുക്കത് കറക്റ്റ് ആയിട്ട് അത് ചെയ്തില്ലെങ്കിൽ, ഓറിയന്റേഷൻ പ്രോഗ്രാം പ്രോപ്പർ ആയിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്തില്ലെങ്കിൽ അതവിടെ നമ്മുടെ എംപ്ലോയീസിൽ ഒരു നെഗറ്റീവ് ഫീലിംഗ്, ഓർഗനൈസേഷനോട് ഒരു നെഗറ്റീവ് ഫീലിംഗ് കൊണ്ടുവരാനായിട്ട് കാരണമാകുന്നു. This in due course also forced the employee to leave the job suddenly. അപ്പൊ ഇങ്ങനെ വരുമ്പോ നമുക്ക് ആ ഓർഗനൈസേഷനോട് നെഗറ്റീവ് ഇമേജ് തോന്നി, പിന്നെ നമ്മൾ ആ ഓർഗനൈസേഷനിൽ നിൽക്കോ? ഇല്ല. ഒബ്വിയസ്ലി നമ്മൾ എന്ത് ചെയ്യും? ലീവ് ചെയ്യും അല്ലെങ്കിൽ ക്വിറ്റ് ചെയ്യും. നമ്മൾ എന്ത് ചെയ്യും? പെട്ടെന്ന് തന്നെ ആ ഒരു സ്ഥാപനം വിട്ടു പോകാനായിട്ട് നമ്മൾ ശ്രമിക്കും. This in due course also forced the employee to leave the job suddenly as he is nervous, fearful and uncertain about his future. അപ്പൊ പ്രോപ്പർ ആയിട്ടുള്ള ഓറിയന്റേഷൻ പ്രോഗ്രാം നമ്മൾ കണ്ടക്ട് ചെയ്തില്ലെങ്കിൽ എംപ്ലോയീസിന്റെ ഇടയിൽ നമ്മുടെ ഓർഗനൈസേഷനെ കുറിച്ചിട്ട് ഒരു നെഗറ്റീവ് ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യും. അത് കൂടാതെ ആ എംപ്ലോയി നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് ക്വിറ്റ് ചെയ്യാനുള്ള കാരണമാകും. ഡ്യൂ ടു ടെൻഷൻ ആവാം, നെർവസ്നെസ് ആവാം, ഫിയർഫുൾ ആവാം, അൺസർട്ടൻ അബൌട്ട് ഫ്യൂച്ചർ, ഭാവിനെ കുറിച്ചിട്ടുള്ള ഭയങ്ങളാവാം. നമ്മൾ നോക്കാം റിസ്ക് ഓഫ് ഫെയിലിയർ ആൻഡ് കൗണ്ടർ എഫക്റ്റ് ആണ് നമ്മൾ പറഞ്ഞത്. പ്രോപ്പർ ആയിട്ടൊരു ഇന്റൻഷൻ പ്രോഗ്രാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കമ്പനിയിലേക്ക് ഒരുപാട് നാളത്തേക്ക് നമ്മുടെ എംപ്ലോയീസിന് എന്ത് ചെയ്യാൻ പറ്റും? റിറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും, നിലനിർത്താൻ പറ്റും. ഇവിടെ നമ്മളത് പ്രോപ്പർ ആയിട്ടല്ല പ്ലാൻ ചെയ്തത്, വീക്ക്ലി ആയിട്ടാണ് ഇംപ്ലിമെന്റ് ചെയ്തത് ഒരു ഇന്റൻഷൻ പ്രോഗ്രാമെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ആയിരിക്കില്ല റിസൾട്ട്. അത് ന്യൂ എംപ്ലോയീസിന്റെ ഇടയിൽ നമ്മളുടെ ഓർഗനൈസേഷനെ കുറിച്ച് ഒരു നെഗറ്റീവ് ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യും. അതേപോലെ തന്നെ അവര് നമ്മുടെ സ്ഥാപനം വിട്ടു പോകാനായിട്ട് ഇൻട്രസ്റ്റ് കാണിക്കും. ആൻഡ് നെർവസ്നെസ്, എന്തെങ്കിലും റീസൺ പറഞ്ഞ് നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് അവരെന്ത് ചെയ്യും? പോകും. ഇനി ലാക്ക് ഓഫ് ഡൈവേഴ്സിറ്റി ഇൻ ഓറിയന്റേഷൻ പ്രോഗ്രാം. നമുക്ക് എല്ലാ എംപ്ലോയീസും ഓരോ ലെവലുള്ള എല്ലാവരും ഓരോ ലെവലാണോ? എബിലിറ്റി, തിങ്കിങ്ങിന്റെ ആയാലും സ്കില്ലായാലും എല്ലാവർക്കും സെയിം ലെവലാണ്. നമ്മുടെ ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികൾക്കും ചിലപ്പോൾ ഒരു കുട്ടിക്ക് അത് വായിച്ച് പെട്ടെന്ന് മനസ്സിലാവും, ചിലപ്പോൾ അതിന്റെ മീനിങ് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവും, ചിലപ്പോൾ ഒരു 2-3 പ്രാവശ്യം വായിച്ചാലേ മനസ്സിലാവുള്ളൂ. അപ്പൊ ഈച്ച് ആൻഡ് എവറി ഇൻഡിവിജ്വൽ ഡിഫറെന്റ് എബിലിറ്റി ആണ്. നമുക്കറിയാം എല്ലാ ഇൻഡിവിജ്വൽസും ഇൻഡിവിജ്വൽ ഡിഫറൻസ് ആണ്. എന്ന് വെച്ചാൽ ഓരോ ഇൻഡിവിജ്വലും ഇന്റർണൽ ഡിഫറെന്റ് ആണ് മറ്റൊരാളെ സംബന്ധിച്ച്. ഒരു വ്യക്തിക്ക് അത് ചിലപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് പറയുമ്പോൾ തന്നെ കാര്യങ്ങൾ ക്യാച്ച് ചെയ്യും. ചിലപ്പോൾ അവർക്ക് അത് ബെറ്റർ ആയിട്ട് അത് എന്ത് ചെയ്ത് കൊടുക്കണം? വീഡിയോ പ്രസന്റേഷനിലൂടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ഡെമോ, മറ്റു ചിലവർക്കാണെങ്കിൽ അത് ഡെമോ കാണിച്ചു കൊടുക്കണം, പ്രാക്ടിക്കലി അത് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ നമ്മൾ ലാക്ക് ഓഫ് ഡൈവേഴ്സിറ്റി ഇൻ ഓറിയന്റേഷൻ പ്രോഗ്രാം, സെയിം ഗ്രൂപ്പ് ഓറിയന്റേഷൻ ഒക്കെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ സെയിം ലൈൻ ഓഫ് ഓറിയന്റേഷൻ പ്രോഗ്രാം ആണ് എല്ലാവർക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രൊവൈഡ് ചെയ്യുന്നത്. അത് മേ ബി അക്സെപ്റ്റ്, ഇതിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. നമ്മളുടെ എംപ്ലോയീസിനെ
എംപ്ലോയീസിന്റെ ഓറിയന്റേഷൻ പ്രോഗ്രാമിനെ അത് അഫക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് നോക്കാം. ലാക്ക് ഓഫ് ഡൈവേഴ്സിറ്റി ഇൻ ഓറിയന്റേഷൻ പ്രോഗ്രാം. ഓറിയന്റേഷൻ പ്രോഗ്രാമിലെ ഡൈവേഴ്സിറ്റീസ്. The level of learning ability and perpetual skills vary from one person to another. ഒരാളുടെ ലേണിംഗ് എബിലിറ്റി അതേപോലെ പെർപെച്വൽ സ്കിൽ ഒക്കെ എന്താണ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഡിഫറെന്റ് ആണ്. Few people can grasp better than others. ചിലവർക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്യാൻ പറ്റും, മറ്റുള്ളവരെക്കാൾ നന്നായിട്ട് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. Likewise, only listening to the presenter may be enough for some people to understand the subject matter. അപ്പൊ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് കേട്ടാൽ നിങ്ങൾക്ക് ആ കാര്യത്തെ കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നവരുണ്ട്. While others may need വീഡിയോ പ്രസന്റേഷൻ. ചിലപ്പോൾ ചില വ്യക്തികൾക്ക് അത് വീഡിയോ പ്രസന്റേഷനിലൂടെ പറഞ്ഞു കൊടുത്താൽ ക്ലിയർ ആവും. നമുക്കില്ലേ നമ്മൾ പറയാറില്ലേ ക്ലാസ്സിൽ പഠിപ്പിക്കണൊക്കെ ഭയങ്കര ബോറാണ്. ചെറുപ്പത്തിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ഷെ സിനിമയിലെ സീനൊക്കെ ഞാൻ എപ്പോഴും ഗ്രാസ്പ് ചെയ്തു വയ്ക്കും. കാരണം സീനുകളൊക്കെ കറക്റ്റ് ആയിട്ട് ഗ്രാസ്പ് ചെയ്തു ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ഈ സിനിമയൊക്കെ പോലെ നമ്മളെ പഠിപ്പിച്ചു തരണമെങ്കിൽ നമ്മൾ എത്ര സ്മാർട്ട് ആയിട്ടായിരിക്കും പഠിക്കുന്നത്. ഇന്ന് അതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്, കാര്യങ്ങളുണ്ട്. സിനിമയിൽ കാണുന്ന പോലെ അല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ ടിവിയിലൊക്കെ കാണുന്ന പോലെ തന്നെ ഒരുപാട് ഓൺലൈനിൽ എഡ്യൂക്കേഷൻസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ വീഡിയോ പ്രസന്റേഷൻസും PPT, പവർ പോയിന്റ് പ്രസന്റേഷൻ ഒക്കെ വഴി നമ്മളൊരു ക്ലാസ് കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റും. ആൻഡ് ഡെമോ ടു അണ്ടർസ്റ്റാൻഡ് ഇൻഫർമേഷൻ ക്ലിയർലി. നമ്മളൊരു മെഷീനെ കുറിച്ച് എന്തെങ്കിലും പറയുകയാണെങ്കിൽ ആ മെഷീനിന്റെ ഡെമോ കാണിച്ചു കൊടുക്കുക. എന്ത് ആക്ടിവിറ്റിയാണ് നമ്മളവിടെ ചെയ്യുന്നത് എന്നൊരു ഡെമോ ക്ലാസ് കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് എന്താണോ ചെയ്യേണ്ടത്, അത് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണ ഉണ്ടാവും. Making the use of common method and the same delivery system by the organization in induction program for all new employees. പക്ഷേ ഇപ്പൊ നമ്മൾ ഗ്രൂപ്പ് ഓറിയന്റേഷന്റെ ഒക്കെ കാര്യം പറഞ്ഞപ്പോ ഒരു കോമൺ ആയിട്ടുള്ള മെത്തേഡാണ് ഓറിയന്റേഷൻ പ്രോഗ്രാമിന് എന്ത് ചെയ്യുന്നത് നമ്മൾ അലൗ ചെയ്യുന്നത്. അതേപോലെ സെയിം ഡെലിവറി സിസ്റ്റം ആണ്, ഓരോ പോലെയാണ് എല്ലാ ന്യൂലി റിക്രൂട്ട് ചെയ്ത എംപ്ലോയീസിന് നമ്മൾ എന്ത് കൊടുക്കുന്നത്, ഓറിയന്റേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. മേ ബി അത് അവർക്ക് എഫക്റ്റീവ് ആവണമെന്നില്ല, അത് അവർക്ക് പെർഫെക്റ്റ് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല. Making the use of common method and the same delivering system by the organization in intention program for all new employees, regardless of their skill level and educational background, may affect the effectiveness of intention program. അപ്പൊ നമ്മൾ കോമൺ മെത്തേഡും സെയിം ഡെലിവറി സിസ്റ്റം ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ന്യൂലി റിക്രൂട്ട് ചെയ്യുന്ന എംപ്ലോയീസിന് എല്ലാവർക്കും അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവണമെന്നില്ല, എഫക്റ്റീവ്ലി അത് അവർക്ക് മനസ്സിലാവുന്നില്ല. കാരണം എന്താണ്, ഓരോ എംപ്ലോയീസിനും അവരുടേതായ സ്കിൽ ലെവല് എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് ഡിഫറെന്റ് ആണ്. ജസ്റ്റ് ഞാനിവിടെ വന്ന് ക്ലാസ് ഫുള്ളും ഇംഗ്ലീഷിലാണ് പ്രസന്റ് ചെയ്യണമെങ്കിൽ മേ ബി എല്ലാവർക്കും അത് മനസ്സിലാവണമെന്നില്ല. സോ അത് മനസ്സിലാകുന്നവരിൽ ഉണ്ട്, എന്നാലും എല്ലാ കുട്ടികൾക്കും ഈക്വലി അണ്ടർസ്റ്റാൻഡബിൾ ആവുന്ന രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോ ട്രെയിനിങ് പ്രോഗ്രാമിന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മള് ഈ ഒരു ഫോമിലേക്ക് പോയിരിക്കുകയാണ്, അത് നമുക്ക് ട്രെയിനിങ് തരുന്നത് തന്നെ ഫുള്ളി ഇംഗ്ലീഷിലാണ്. അപ്പോൾ തന്നെ നമുക്ക് എന്താണ് ഒരു ഫിയർ വരും, നമുക്ക് അറിയില്ലല്ലോ ലാംഗ്വേജ്. ഇപ്പോഴത്തെ കുട്ടികൾക്കല്ല കേട്ടോ, ഇപ്പോഴത്തെ കുട്ടികളൊക്കെ അത്യാവശ്യം നല്ല ലാംഗ്വേജ് ഉള്ള കുട്ടികളാണ്. നമ്മൾ ചില 90s ആൾക്കാരോട് പറയുകയാണെങ്കിൽ ഇംഗ്ലീഷിൽ കേട്ടാൽ തന്നെ പേടിക്കുന്നവരാ. അവർക്ക് ഇംഗ്ലീഷിനൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ഭയമായിരുന്നു. അപ്പൊ നമ്മളൊരു പ്രോപ്പർ ആയിട്ടൊരു ഓറിയന്റേഷൻ പ്രോഗ്രാം ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, എല്ലാ എംപ്ലോയീസിനും മനസ്സിലാകുന്ന രീതിയിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ഓറിയന്റേഷൻ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യേണ്ടത്. ഇനി എല്ലാ ഓറിയന്റേഷൻ പ്രോഗ്രാമിനും ഇവാലുവേഷൻ ഇല്ല, അതേപോലെ ഫോളോ അപ്പും കണ്ടക്ട് ചെയ്യാറില്ല. അതൊരു പ്രോബ്ലം ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്. കാരണം എന്തെങ്കിലും നമ്മള് ഇവാലുവേഷൻ കണ്ടക്ട് ചെയ്താണ് നമ്മളുടെ പോരായ്മകൾ നമ്മൾ പറഞ്ഞു കൊടുത്തതിൽ എന്തെങ്കിലും പോരായ്മയുണ്ടോ എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത് എന്തിലൂടെയാണ്, ഇവാലുവേഷനിലൂടെയാണ്. ഓക്കെ, the absence of evaluation and follow up is the important for the organization. അപ്പോ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് ഇവാലുവേഷനും ഫോളോ അപ്പും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ടു അസസ് the efficiency of the intention program. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്, നമ്മുടെ ഇന്റൻഷൻ പ്രോഗ്രാമിന്റെ എഫിഷ്യൻസി അസസ് ചെയ്യാനാണ്. ബൈ ഗ്യാതറിംഗ് ഫീഡ്ബാക്ക് ഫ്രം ദ ന്യൂ എംപ്ലോയി ആൻഡ് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ഇറ്റ്.
നമ്മൾ ന്യൂ എംപ്ലോയീസിന്റെ കയ്യിൽ ഫീഡ്ബാക്ക് ഗ്യാദർ ചെയ്യാം, പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കാം, ഇൻഡക്ഷൻ പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കാം. They should regularly follow up the feedback process. നമുക്ക് ന്യൂലി റിക്രൂട്ട് ചെയ്ത എംപ്ലോയീസിൽ നിന്ന് ഈ ഓറിയന്റേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. മേക്കിംഗ് ദ റിക്വയർഡ് മോഡിഫിക്കേഷൻ ദ പ്രോഗ്രാം ടു അപ്ഗ്രേഡ് ഇറ്റ്. അവരിൽ നിന്ന് നമ്മൾ ഫീഡ്ബാക്ക് വാങ്ങിക്കുന്നത് എന്തിനാണ്? ഇനി നമ്മളുടെ പ്രോഗ്രാമിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻ കൊണ്ടുവരേണ്ടതുണ്ടോ, അല്ലെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യേണ്ടതുണ്ടോ, ഏതെങ്കിലും പോയിന്റ്സ് നിങ്ങൾക്ക് ക്ലിയർ ആവാത്തതുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒരു ഫീഡ്ബാക്ക് ചെക്ക് നടത്തുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഫോളോ അപ്പ് അല്ലെങ്കിൽ വാലുവേഷൻ, നമ്മൾ ഓറിയന്റേഷൻ പ്രോഗ്രാം കറക്റ്റ് ആയിട്ട് എംപ്ലോയീസിന് മനസ്സിലായിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. ഓൺ ദ അതർ ഹാൻഡ്, മെനി ഓർഗനൈസേഷൻ rarely carry out serious assessment and follow up of their intention process. അപ്പോ എല്ലാ ഓർഗനൈസേഷൻസും എന്താണ് ഇന്റൻഷൻ പ്രോസസ്സിനെ ഫോളോ അപ്പോ അല്ലെങ്കിൽ വാലിഡേഷനോ ചെയ്യാറില്ല. ശരിക്കും അങ്ങനെ ചെയ്യണം, അതൊരു പ്രോബ്ലം ആയിട്ടാണ് അവർ പറയുന്നത്. നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു പ്രോബ്ലംസ് ഓഫ് ഓറിയന്റേഷൻ പ്രോഗ്രാം ആണ്. ഡാറ്റ ഓവർലോഡ് ഒരു പ്രോബ്ലം ആണ്. ഒറ്റയടിക്ക് കുറച്ച് എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻസ് നമ്മളൊരു എംപ്ലോയിക്ക് പാസ് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന് കൺഫ്യൂഷനും ടെൻഷനും ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. മേ ബി ഫസ്റ്റ് ഡേ തന്നെ ജോലിയിൽ നിന്ന് വിട്ടു പോകും. പിന്നെ പ്രോബ്ലം ഓഫ് ബോർഡം ആൻഡ് റിജിഡിറ്റി. നമ്മൾ റുട്ടീൻ ആൻഡ് ഫോർമൽ വേയിലാണ് ഓറിയന്റേഷൻ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യണമെങ്കിൽ അവിടെ അവർക്കത് ബോർ ആവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ എപ്പോഴും ഓറിയന്റേഷൻ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുമ്പോൾ ഒരു ഇന്ററാക്റ്റീവ് വേയിൽ അല്ലെങ്കിൽ 2-way കമ്മ്യൂണിക്കേഷൻ രീതിയിൽ വേണം നമ്മൾ കണ്ടക്ട് ചെയ്യാൻ. Then lack of adequate time and training for facilitator. നമ്മൾ adequate time നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അവർ ട്രെയിൻ ചെയ്തെടുക്കാൻ വേണ്ടി ഒരു adequate time കൊടുക്കണം. അതേപോലെ നമ്മൾ ട്രെയിൻ ചെയ്യുന്ന ഗൈഡ്, ഫെസിലിറ്റേറ്റർ ആരാവട്ടെ അവർക്ക് അത് ചെയ്യാനുള്ള എക്സ്പീരിയൻസോ ട്രെയിനിങ്ങോ ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തണം. റിസ്ക് ഓഫ് ഫെയിലിയർ ആൻഡ് കൗണ്ടർ എഫക്ട്. മേ ബി നമുക്ക് നമ്മൾ ഓറിയന്റേഷൻ പ്രോഗ്രാം പ്രോപ്പർ ആയിട്ട് കണ്ടക്ട് ചെയ്തില്ലെങ്കിൽ അവിടെ പരാജയപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ഫലമായിരിക്കില്ല അവിടെ നിന്ന് കിട്ടുന്നത്, വിപരീത ഫലങ്ങളായിരിക്കും ലഭിക്കുന്നത്. അതുകൊണ്ട് പ്രോപ്പർ ആയിട്ട് വേണം നമ്മൾ ഓറിയന്റേഷൻ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാൻ. മേ ബി ഒരു പ്രോപ്പർ അല്ലാത്ത ഓറിയന്റേഷൻ പ്രോഗ്രാം നെഗറ്റീവ് ഇമേജ്, ഓർഗനൈസേഷനെ കുറിച്ചിട്ടുള്ള ഒരു നെഗറ്റീവ് ഇമേജ് എംപ്ലോയീസിൽ ബിൽഡ് ചെയ്യും. അത് അവര് മേ ബി ഭാവിയിൽ അത് നമ്മളുടെ സ്ഥാപനം വിട്ട് പോകാൻ കാരണമാകും. ലാക്ക് ഓഫ് ഡൈവേഴ്സിറ്റി ഇൻ ഓറിയന്റേഷൻ പ്രോഗ്രാം. അതേപോലെ തന്നെ ഓറിയന്റേഷൻ പ്രോഗ്രാം എല്ലാവർക്കും ഒരേപോലെ കണ്ടക്ട് ചെയ്താൽ അത് ആപ്ലിക്കബിൾ ആവണമെന്നില്ല. നമുക്കറിയാം ഓരോ ഇൻഡിവിജ്വലും എൻറ്റയർലി ഡിഫറെന്റ് ആണ്, ഓരോ ഹ്യൂമൻ ബീങ്സും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. സോ എല്ലാവർക്കും ആപ്റ്റ് ആയിട്ടുള്ള രീതിയിൽ വേണം നമ്മൾ ഓറിയന്റേഷൻ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാൻ. ദെൻ ഇവാലുവേഷൻ ആൻഡ് ഫോളോ അപ്പ് എല്ലാ സ്ഥാപനങ്ങളും ഇന്ന് കണ്ടക്ട് ചെയ്യുന്നില്ല. ശരിക്കും ഇവാലുവേഷൻ ആൻഡ് ഫോളോ അപ്പ് കണ്ടക്ട് ചെയ്യേണ്ടതാണ്. എന്നിരുന്നാലാണ് നമ്മുടെ പോരായ്മകളും മോഡിഫിക്കേഷൻസ് എന്തെങ്കിലും വരുത്തേണ്ടിട്ടുണ്ടെങ്കിൽ അതിനെ കുറിച്ച് നമുക്ക് വ്യക്തമായി മനസ്സിലാകുള്ളൂ. അപ്പൊ പ്രോബ്ലംസ് ഇൻ ഓറിയന്റേഷൻ റീഡ് ചെയ്യാട്ടോ. ഫുള്ള് റീഡ് ചെയ്തോ. 1 മുതൽ 6th പോയിന്റ് വരെ, ഫസ്റ്റ് മുതൽ 6th വരെയുള്ള പോയിന്റ്സ് റീഡ് ചെയ്യാം. എല്ലാവരും റീഡ് ചെയ്തേ. മിസ്സേ 4ാമത്തെ പോയിന്റ് ഒന്നും കൂടെ പറയാമോ? റിസ്ക് ഓഫ് ഫെയിലിയർ ആൻഡ് കൗണ്ടർ എഫക്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രോപ്പർ ആയിട്ടല്ല ഓറിയന്റേഷൻ പ്രോഗ്രാം കണ്ടക്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഫലം അതിന് കിട്ടും. നമ്മൾ പ്രതീക്ഷിക്കുന്ന ഫലം കിട്ടില്ല. നമ്മൾ പ്രോപ്പർ ആയിട്ടല്ല എന്ത് ചെയ്തത് ഓറിയന്റേഷൻ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്. അൺട്രെയിൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഒരു എംപ്ലോയിനെ നമ്മൾ എന്ത് ചെയ്തത് ട്രെയിൻ ചെയ്തത്. സോ ആ എംപ്ലോയിക്ക് ട്രെയിനിങ് പ്രോപ്പർ ആയിട്ട് കിട്ടിയിട്ടില്ല. സോ അതിന്റെ റിസൾട്ട് എങ്ങനെയാണ് അത് പ്രതീക്ഷിക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ ആ ഒരു എംപ്ലോയിക്ക് നമ്മുടെ ഓർഗനൈസേഷനോട് നെഗറ്റീവ് ഇമേജ് അപ്പൊ തന്നെ വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം എനിക്ക് ട്രെയിനിങ് പ്രോപ്പർ ആയിട്ട് തന്നില്ല, ഇവിടെ എന്താണ് വർക്ക് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല, ഒരു കാര്യം കമ്പനിയുടെ ഒരു പ്രോസസ്സിനെ കുറിച്ചും എന്നോട് പറഞ്ഞിട്ടില്ല. സോ ആദ്യമേ തന്നെ നമുക്കൊരു നെഗറ്റീവ് ഫീലിംഗ് ജനറേറ്റ് ചെയ്തു. പിന്നെ എനിക്ക് ആ ഒരു വർക്ക് മെഷീൻ റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ആണെന്ന് വിചാരിക്കും. എനിക്ക് ആ വർക്ക് ചെയ്യാനായിട്ട് അറിയില്ല, എന്നോട് ആള് പറഞ്ഞിട്ടില്ല, എന്തോ തിയററ്റിക്കലായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു എന്നോട് എന്നിട്ട് ചെയ്തോളാൻ പറഞ്ഞു. സോ ഞാൻ ഭയങ്കര ഫിയർഫുൾ ആയിരിക്കും, എനിക്ക് ഭയങ്കര പേടി ഉണ്ടാവും, നെർവസ്നെസ് ഉണ്ടാവും. ഇനി മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫുൾ പണിഷ്മെന്റ് ആർക്ക് കിട്ടും? എനിക്ക് കിട്ടും. അങ്ങനെ വരുമ്പോ മേ ബി ഞാൻ എന്ത് ചെയ്യും, ആ ജോബ് ക്വിറ്റ് ചെയ്യാനുള്ള ചാൻസ് ആയിരിക്കും ഞാൻ കാണിക്കുന്നത്. എങ്ങനെയെങ്കിലും ക്വിറ്റ് ചെയ്ത് മറ്റെന്തെങ്കിലും ജോലിയിലേക്ക് പോകാനായിരിക്കും ഞാൻ ഇൻട്രസ്റ്റ് കാണിക്കുന്നത്. അപ്പൊ അതൊരു റിസ്ക് ഓഫ് ഫെയിലിയർ ആണ്. നമ്മൾ എന്താണ് പരാജയപ്പെടാനുള്ള ചാൻസ്. ഒരു പ്രോപ്പർ ആയിട്ട് ഓറിയന്റേഷൻ കൊടുത്തില്ലെങ്കിൽ നമ്മുടെ എംപ്ലോയി എന്ത് ചെയ്തു പോകും? പരാജയപ്പെട്ടു പോകും. ആൻഡ് കൗണ്ടർ എഫക്ട്, വിപരീത ഫലങ്ങൾ സംഭവിക്കാം.
ചാൻസ് ഉണ്ട്. നമ്മൾ പ്രതീക്ഷിക്കാത്ത അൺറിസർവ്ഡ് റിസൾട്ട് ആയിരിക്കും അതിൽ വരുന്നത്. നമ്മൾ ചിലപ്പോൾ ഓറിയന്റേഷൻ പ്രോഗ്രാം എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു പോസിറ്റീവ് ഇമേജ് എംപ്ലോയീസിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ജോലി ചെയ്യുന്ന എംപ്ലോയീസിൽ പോസിറ്റീവ് ഇമേജ് ക്രിയേറ്റ് ചെയ്യണം. പ്രോപ്പർ ആയിട്ട് കൊടുത്തില്ലെങ്കിൽ ഓപ്പോസിറ്റ് ആയിരിക്കും സംഭവിക്കുന്നത്. നെഗറ്റീവ് ഫീലിംഗ് ആയിരിക്കും ഓർഗനൈസേഷനെ കുറിച്ച് എംപ്ലോയീസ് ജനറേറ്റ് ചെയ്യുന്നത്. എല്ലാവരും ഒന്ന് റീഡ് ചെയ്ത്. ഓക്കെ ഇപ്പോഴത്തെ മെയിൻ പോയിന്റ് മാത്രം പഠിച്ചാൽ മതിയോ? ആടാ മതി. ഇനി പ്ലേസ്മെന്റ് എന്താണെന്നാണ് നെക്സ്റ്റ് നോക്കുന്നത്. നമ്മൾ ഓറിയന്റേഷൻ ഒക്കെ കൊടുത്തു. നമ്മൾ ഇനി എന്ത് ചെയ്യും? നമ്മുടെ എംപ്ലോയിനെ റൈറ്റ് പ്ലേസിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? പ്ലേസ് ചെയ്യും. അസസിംഗ് ഓഫ് എ പർട്ടിക്കുലർ ജോബ് ടു എ ന്യൂലി അപ്പോയിന്റഡ് എംപ്ലോയി. നമ്മൾ ന്യൂലി അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന എംപ്ലോയിക്ക് നമ്മൾ ആ ജോബ് എന്ത് ചെയ്ത് കൊടുക്കുന്നു? അവർ എന്ത് ജോബാണ് നമ്മൾ ഓർഗനൈസേഷനിൽ ചെയ്യുന്നത് അത് അസൈൻ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഏത്? പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. അവർക്ക് ഏത് ജോബാണ് അവർ ചെയ്യുന്നത് എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? അസസ് ചെയ്യുന്നു. അല്ലെങ്കിൽ അവർക്കത് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്ലേസ്മെന്റ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹയർ ചെയ്തിരിക്കുന്ന എംപ്ലോയിക്ക് ആ പ്ലേസ് ഏതാണ്, ആ പൊസിഷൻ ഏതാണ് എന്ന് പറഞ്ഞു കൊടുക്കും. ആൻഡ് അലോക്കേറ്റിംഗ് ഓഫ് എ പീപ്പിൾ ടു എ ജോബ് ഈസ് നോൺ ആസ് പ്ലേസ്മെന്റ്. സ്പെസിഫിക്കലി പറയുകയാണെങ്കിൽ ഒരു വ്യക്തി എന്ത് ജോബാണ് ചെയ്യേണ്ടത് എന്ന് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്ന പ്രോസസ്സിനെ നമ്മൾ പ്ലേസ്മെന്റ് എന്ന് പറയും. The employee should be placed on or he or she has been hired. അവർ ഏത് പോസ്റ്റിലേക്കാണോ ഹയർ ചെയ്തിരിക്കുന്നത് ആ ഒരു പോസ്റ്റിലേക്ക് നമ്മൾ അവരെ എന്ത് ചെയ്യും? പ്ലേസ് ചെയ്യും. Allocating of a people to the job is known as placement. ഒരു വ്യക്തിയെ അവര് എന്ത് ചെയ്തിരിക്കുന്നത് ചെയ്യുന്ന ജോലിയിലേക്ക് അലോക്കേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവരെ അസൈൻ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. It is a process of assigning and reassigning employee to a new or different job.
എന്ന് വെച്ചാൽ ഒന്നില്ലെങ്കിൽ അസൈൻ ചെയ്ത് കൊടുക്കും, അല്ലെങ്കിൽ വീണ്ടും അസൈൻ ചെയ്ത് കൊടുക്കും. ട്രെയിനിങ് കംപ്ലീറ്റ് ആയി അല്ലെങ്കിൽ ആ ഒരു ജോബ് അദ്ദേഹം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അടുത്ത ജോബ് അവർക്ക് അസൈൻ ചെയ്ത് കൊടുക്കും. അങ്ങനെ അസൈൻ ചെയ്യുക, റീ അസൈൻ ചെയ്യുക, ജോബുകൾ ഒരു എംപ്ലോയീസിന് അസൈൻ ചെയ്ത് കൊടുക്കുക, റീ അസൈൻ ചെയ്ത് കൊടുക്കുക. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. Thus, placement is the procedure of placing the right person to the right job. അപ്പൊ എന്താണ് പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്? പ്ലേസ്മെന്റ് ഒരു പ്രൊസീജിയർ ആണ്. എന്ത് പ്രൊസീജിയർ ആണ്? റൈറ്റ് പേഴ്സണെ, പ്ലേസിംഗ് ദ റൈറ്റ് പേഴ്സൺ ടു റൈറ്റ് ജോബ്. റൈറ്റ് ആയിട്ടുള്ള വ്യക്തിനെ റൈറ്റ് ആയിട്ടുള്ള ജോബിലേക്ക് പ്ലേസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ സിംപ്ലി എന്ത് പറയുന്നത്, പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ആൻഡ് ദ എയിം ഓഫ് ദ പ്ലേസ്മെന്റ്, എന്താണ് പ്ലേസ്മെന്റിന്റെ ലക്ഷ്യം? ആൻഡ് ദ എയിം ഓഫ് ദ പ്ലേസ്മെന്റ് ഈസ് ടു പ്ലേസ് ദ ഹയർഡ് കാൻഡിഡേറ്റ്. നമ്മൾ ഹയർ ചെയ്ത കാൻഡിഡേറ്റ്സിനെ ഇൻ ദ ജോബ് ഫോർ വിച്ച് ഹി ഹാവ് ബീൻ നീഡഡ് സ്കിൽ. ഏത് അവരുടെ ജോബ്, ആ ജോബ് ചെയ്യാൻ ഏത് സ്കില്ലാണ് വേണ്ടത്, ആ ഒരു കാൻഡിഡേറ്റിനെ നമ്മൾ ഹയർ ചെയ്തു ആ ഒരു ജോബ് നമ്മൾ എന്ത് ചെയ്യുന്നു, അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നു. അതാണ് പ്ലേസ്മെന്റ്. According to Piagal and Weimer, placement is the determination of the job to which an accepted candidate to be assigned. And his assessment to that job. Placement എന്ന് പറഞ്ഞാൽ ഒരു ഡിറ്റർമിനേഷൻ ആണ്. ഒരു which an accepted candidate is to be assigned. നമ്മൾ അക്സെപ്റ്റ് ചെയ്തു, സെലക്ട് ചെയ്ത കാൻഡിഡേറ്റ്സ്. അക്സെപ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ അവരെന്ത് ചെയ്തു, സെലക്ട് ചെയ്തു. ആ സെലക്ട് ചെയ്ത കാൻഡിഡേറ്റ്സിന് ആ വ്യക്തി ചെയ്യേണ്ട ജോലി നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുന്നു. ആ ഒരു ജോലി നമ്മൾ അദ്ദേഹത്തിന് അസൈൻ ചെയ്ത് കൊടുക്കുന്ന പ്രോസസ്സിനെയാണ് പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ മാച്ചിങ് what the supervisor has to reason to think he can do with the job demand. അപ്പൊ മാച്ചിങ് ആണ്. നമ്മൾ ആ ഒരു എംപ്ലോയിനെ റൈറ്റ് പേഴ്സണെ റൈറ്റ് ജോബ് ആയിട്ടുള്ള മാച്ചിങ് പ്രോസസ് ആണ് എന്ത്, പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ സൂപ്പർവൈസർ എന്ത് ചെയ്യും, ഈ ഒരു ജോബിന് എന്ത് ഡിമാൻഡ്സ് ആണ് ആ ഒരു ജോബ് ചെയ്യാൻ വേണ്ടത്, ഒരു വ്യക്തിക്ക് എന്ത് ക്വാളിറ്റീസ് ആണ് വേണ്ടത്, അത് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കും, ആ ക്വാളിറ്റീസ് ഉള്ള എംപ്ലോയിനെ നമ്മൾ എന്ത് ചെയ്യും, ആ ജോബ് അസൈൻ ചെയ്ത് കൊടുക്കും. അതാണ് അവിടെ ഉദ്ദേശിച്ചത് മാച്ചിങ്. It is a matching of what he imposed on strain, working condition, and what he offered in the form of payroll, compensation with others, promotional possibilities, etc. So, ഇത് മാച്ചിങ് ജസ്റ്റ് നമ്മൾ സിമ്പിൾ ആയിട്ട് മാച്ച് ചെയ്യാന്ന് മാത്രമല്ല, ആ ഒരു ഓർഗനൈസേഷൻ അദ്ദേഹത്തിന് എന്ത് ചെയ്യണം, സ്ട്രെയിൻ ചെയ്യണം, നിലനിർത്തണം. അതിന് പ്രോപ്പർ ആയിട്ടുള്ള വർക്കിംഗ് കണ്ടീഷനും അവർക്ക് കമ്പാൻഷൻ, മറ്റുള്ളവരോടുള്ളൊരു പ്രതിബദ്ധതയും ഇതേപോലെ പ്രമോഷൻ ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, അവർക്ക് പറഞ്ഞു കൊടുക്കണം. അതിലൂടെ നമുക്ക് പ്രോപ്പർ ആയിട്ട് പ്ലേസ്മെന്റ് കണ്ടക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൽ അവർ ഒരുപാട് നാളെ റീറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. According to Del Yoder, the assessment of a particular job to a newly appointed employee is the placement. നമ്മളൊരു പർട്ടിക്കുലർ ജോബ് ന്യൂലി അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന എംപ്ലോയിക്ക് ഒരു പർട്ടിക്കുലർ ജോബ് അസൈൻ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്, പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. സിംപ്ലി ഈ ഡെഫിനിഷൻ ആണ് നല്ലത്. അസൈൻമെന്റ് ഓഫ് എ പർട്ടിക്കുലർ ജോബ് ടു എ ന്യൂലി അപ്പോയിന്റഡ് എംപ്ലോയി ഈസ് ദ പ്ലേസ്മെന്റ്. കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ പുതുതായിട്ട് അപ്പോയിന്റ് ചെയ്ത എംപ്ലോയിക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, അവർ ചെയ്യേണ്ട ജോലി എന്താണ് എന്ന് അസൈൻ ചെയ്ത് കൊടുക്കുന്ന പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്, പ്ലേസ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആ മീനിങ് ആൻഡ് ഡെഫിനിഷൻ നോക്കി വെക്കൂ, ഒന്ന് വായിച്ചു നോക്കി. മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് പ്ലേസ്മെന്റ് ഒന്ന് വായിക്കൂ.
റീഡ് ചെയ്തോ? ഇനി നമ്മൾ കുറച്ച് പ്രിൻസിപ്പിൾസ് ഓഫ് പ്ലേസ്മെന്റ് ആണ് നോക്കാൻ പോകുന്നത്. പ്രിൻസിപ്പിൾസ് ഓഫ് പ്ലേസ്മെന്റ്. If the placement of employee following the principles are followed. കുറച്ച് പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുന്നുണ്ട്, അത് നമുക്ക് നോക്കാം. The principle of job first, man next. ഈ പ്രിൻസിപ്പിൾ സ്റ്റേറ്റ് ചെയ്യുന്ന വെച്ചാൽ ആദ്യം തന്നെ ജോബിന്റെ റിക്വയർമെന്റ്സ് നമ്മൾ നോക്കും. ഈ ജോബ് ചെയ്യാനായിട്ട് എന്ത് റിക്വയർമെന്റ് ഉള്ള വ്യക്തി വേണം, ഏത് ജോബ് ഡിസ്ക്രിപ്ഷൻ, ഏത് ജോബ് സ്പെസിഫിക്കേഷൻ ഉള്ള വ്യക്തി വേണം എന്ന് നമ്മൾ നോക്കും. എന്നിട്ട് ഈ ജോബിന് ആപ്റ്റ് ആയിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു പേഴ്സണെ നമ്മൾ എന്ത് ചെയ്യും, അപ്പോയിന്റ് ചെയ്യും. ജോബാണ് ഫസ്റ്റ് നോക്കുന്നത്. ജോബ് ഫസ്റ്റ്, മാൻ നെക്സ്റ്റ്. The principle of job first, man next means a person should be placed in accordance with the job requirement instead of adjusting the job according to the need and qualification of the person. എന്താണ് ജോബ് ഫസ്റ്റ് മാൻ നെക്സ്റ്റ് എന്ന് പറയുന്നത്? ജോബ് റിക്വയർമെന്റ്സ് അനുസരിച്ച് നമ്മൾ ഒരു വ്യക്തിയെ അപ്പോയിന്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ജോബ് ഫസ്റ്റ് മാൻ നെക്സ്റ്റ് എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കിയാൽ മതി. അല്ലാത്ത പക്ഷം ജോബിന് ഒരു വ്യക്തിയുടെ നീഡ്സിനും ക്വാളിഫിക്കേഷൻ അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നതല്ല ജോബ് ഫസ്റ്റ് മാനിഫെസ്റ്റ് എന്ന് പറയുന്നത്. ആ ജോബ് ചെയ്യാൻ എന്ത് റിക്വയർമെന്റ്സ് ആണ് ഒരു വ്യക്തിക്ക് വേണ്ടത് അത് ഐഡന്റിഫൈ ചെയ്യും. ആ റിക്വയർമെന്റ്സ് ഉള്ള വ്യക്തിനെ അപ്പോയിന്റ് ചെയ്യും. Then principles of qualification. നമ്മൾ ഒരു employee should be placed on such a job for which they are qualified. ഏകദേശം സെയിം ആണ്. എന്നിരുന്നാലും നമ്മൾ ആ ജോലി ചെയ്യാൻ ക്വാളിഫൈഡ് ആണെങ്കിൽ മാത്രമായിരിക്കും നമ്മൾ ആ ഒരു പ്ലേസിലേക്ക് എന്താവുന്നത്, പ്ലേസ്ഡ് ആവുന്നത്. എംപ്ലോയി ഷുഡ് ബി പ്ലേസ്ഡ് ഓൺ സച്ച് ജോബ് ഫോർ വിച്ച് ദേ ആർ ക്വാളിഫൈഡ്. നമ്മൾ ആ ക്വാളിഫിക്കേഷൻ ഉള്ള ജോബിലേക്കായിരിക്കും നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. ദേ ഷുഡ് നോട്ട് ബി പ്ലേസ്ഡ് ഇൻ വെരി ഹൈ ഓർ വെരി ലോ ജോബ് പൊസിഷൻ. ഒത്തിരി ഹൈ ആയിട്ടുള്ള പൊസിഷനിലേക്കും അപ്പോയിന്റ് ചെയ്യില്ല, ഒത്തിരി ലോ ആയിട്ടുള്ള ജോബ് പൊസിഷനിലേക്കും അപ്പോയിന്റ് ചെയ്യില്ല. മേ ബി ഡിഗ്രി ഉള്ളവരാന്ന് വിചാരിക്കും, ഒരു കാൻഡിഡേറ്റ്സിന് ഡിഗ്രി ഉണ്ട്, അപ്പോ അവരെ മിക്കവാറും അസിസ്റ്റന്റ്, എപ്പോഴും അസിസ്റ്റന്റ് പോസ്റ്റ് ആയിരിക്കും ഡിഗ്രിക്കാർക്ക് കിട്ടുന്നത്. അല്ലാണ്ട് ലോവർ ലെവൽ പോസ്റ്റിലേക്ക് പോകില്ല. വെച്ചാൽ ഫോർമാൻ, നമ്മൾ ഗ്രൗണ്ട് സ്റ്റാഫ്, അങ്ങനത്തെ ജോബുകളൊന്നും തരില്ല. എന്നാലും നമുക്ക് എന്താണ് വെരി ഹൈ പൊസിഷൻ തരില്ല. ഇപ്പൊ MD അല്ലെങ്കിൽ മാനേജറോ ആയിട്ടുള്ള ജോബൊന്നും തരില്ല. അതിൽ മാനേജ്മെന്റ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ അക്കൗണ്ടന്റ് അസിസ്റ്റന്റ്, ഫിനാൻഷ്യൽ അസിസ്റ്റന്റ്, അങ്ങനെ അസിസ്റ്റൻസിന്റെ പോസ്റ്റ് ആണ് എപ്പോഴും മാർക്ക് കിട്ടാറ് നമ്മൾ ഡിഗ്രി കഴിഞ്ഞോ ഇറങ്ങുന്ന കുട്ടികൾക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ ഫ്രഷേഴ്സിന് കിട്ടുന്നത്. ഇനി പ്രിൻസിപ്പിൾ ഓഫ് ടൈംലി പ്രിപ്പറേഷൻ. ഒരു പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരു എംപ്ലോയിനെ നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് പ്ലേസ് ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അദ്ദേഹം ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് എല്ലാ റിക്വയർമെന്റ്സും എല്ലാ ഫെസിലിറ്റീസും കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്തിരിക്കണം, അറേഞ്ച് ചെയ്തിരിക്കണം. All the arrangements which are needed for the placement should be done before the joining date of newly hired employee. പുതുതായിട്ട് നമ്മൾ റിക്രൂട്ട് ചെയ്ത എംപ്ലോയി ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് വേണ്ട പ്ലേസ്മെന്റ് നീഡ്സുകൾ ഉണ്ടാവും, കുറച്ച് നീഡ്സും കാര്യങ്ങളും ഉണ്ടാവും. അതെല്ലാം അറേഞ്ച് ചെയ്യാം. മേ ബി ക്യാബിനായിരിക്കാം, നമ്മൾ ക്യാബിൻ അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടി വരും. മേ ബി ചിലപ്പോൾ ഒരു ചെയർ ആയിരിക്കും, ഒരു പ്ലേസ് അല്ലെങ്കിൽ ഒരു ഡെസ്ക്. മേ ബി ആ ഒരു പ്ലേസും കാര്യങ്ങളൊക്കെ അവർ ജോയിൻ ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ എന്ത് ചെയ്യണം, അറേഞ്ച് ചെയ്തിരിക്കണം. അവർ വരുമ്പോൾ വർക്ക് ചെയ്യാനായിട്ട് ആപ്റ്റ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ എന്ത് ചെയ്യണം, നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. നെക്സ്റ്റ് ആണ് പ്രിൻസിപ്പിൾ ഓഫ് വർക്കിംഗ് കണ്ടീഷൻ. The employee should be aware of all the information regarding the working condition existing in the company. ഓറിയന്റേഷൻ പ്രോഗ്രാം ഒക്കെ കൊടുത്തപ്പോ നമുക്ക് കൂടുതലായിട്ട് ഇൻഫർമേഷൻസും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. കമ്പനിയുടെ വർക്കിംഗ് കണ്ടീഷനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ എംപ്ലോയീസ് ഉറപ്പ് വരുത്തണം അവർക്ക് കമ്പനിയെ കുറിച്ചിട്ടുള്ള, കമ്പനിയുടെ വർക്കിംഗ് കണ്ടീഷനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് എല്ലാം കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ ആപ്റ്റ് ആണ്. അതേപോലെ നമ്മൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്യാണ്, എന്തെങ്കിലും തെറ്റോ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതിനുള്ള പണിഷ്മെന്റ് എന്താണ്, നമ്മൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് കിട്ടുന്ന പണിഷ്മെന്റ് എന്താണെന്നുള്ളത് കൂടി എന്ത് ചെയ്യണം, ഉറപ്പ് വരുത്തണം. Principles of working condition. The employee should be made aware of all the information regarding the working conditions existing in the company. കമ്പനിയിൽ എക്സിസ്റ്റ് ചെയ്തിരിക്കുന്ന വർക്കിംഗ് കണ്ടീഷനെ കുറിച്ചിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും നമ്മൾ എന്ത് ചെയ്യണം, എംപ്ലോയിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. He should also be provide information about the punishment if he commit any mistake.
അദ്ദേഹം എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്യാണ്, എന്തെങ്കിലും തെറ്റ് എറേഴ്സ് ചെയ്യുകയാണെങ്കിൽ അതിനുള്ള പണിഷ്മെന്റ് എന്താണ് എന്നതിനെ കുറിച്ചും കൂടി ഒരു വ്യക്തമായ ഒരു ധാരണ ആർക്കുണ്ടാവണം? എംപ്ലോയീസിന് ഉണ്ടാവണം. ദെൻ പ്രിൻസിപ്പിൾ ഓഫ് ലോയൽറ്റി ആൻഡ് കോപ്പറേഷൻ. നമ്മുടെ സ്ഥാപനത്തിലേക്ക് പ്ലേസ്ഡ് ആകുമ്പോൾ നമുക്ക് ആ ഒരു സ്ഥാപനത്തിനോട് നല്ല കമ്മിറ്റ്മെന്റ് വേണം, നല്ല കോപ്പറേഷൻ വേണം, സത്യസന്ധമായിട്ട് വേണം നമ്മൾ ആ സ്ഥാപനത്തിന് വേണ്ടി വർക്ക് ചെയ്യാനായിട്ട്. നമ്മളുടെ പേഴ്സണൽ ഒബ്ജക്റ്റീവ് എന്തോ ആവട്ടെ അത് മാറ്റി നിർത്തി ആ കമ്പനിയുടെ എന്താണ് ഒബ്ജക്റ്റീവിന് വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. An employee should be made to feel a sense of commitment and cooperation. എംപ്ലോയീസിന് ഒരു ഫീൽ വേണം, സെൻസ് ഓഫ് കമ്മിറ്റ്മെന്റ്, നമ്മൾ ആ ഒരു ഓർഗനൈസേഷനോട് കമ്മിറ്റ്മെന്റും കോപ്പറേഷനും വേണം in his new job so that he can understand his responsibilities better towards the job and the organization. അപ്പൊ നല്ലൊരു കമ്മിറ്റ്മെന്റും കോപ്പറേഷനും ഉണ്ടെങ്കിൽ നമ്മളുടെ റെസ്പോൺസിബിലിറ്റീസ് എന്തെല്ലാമാണ്, നമ്മളുടെ ഉത്തരവാദിത്തം എന്തെല്ലാമാണ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്ഫർ. നമ്മളൊരു ജോബ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു, അല്ലെങ്കിൽ ഒരു ടാസ്ക് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ മേ ബി നമ്മൾ ആ ഒരു പൊസിഷനിൽ നിന്ന് മറ്റൊരു പൊസിഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അതെന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളുടെ ഒരു നോളജ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് കൊടുക്കുന്നത്, ട്രാൻസ്ഫർ കൊടുക്കുന്നത്. അറ്റ് ഫസ്റ്റ് പ്ലേസ്മെന്റ് ക്യാൻ ബി ടെമ്പററി. നമ്മൾ ആദ്യം നമുക്ക് പ്ലേസ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ടെമ്പററി ആയിട്ടായിരിക്കും. ആസ് വേരിയേഷൻ മേ ഓക്കർ. എന്തെങ്കിലും വേരിയേഷൻസ് വന്നിട്ടുണ്ട്. ആഫ്റ്റർ ദ ട്രെയിനിങ് ഇസ് കംപ്ലീറ്റഡ്. അപ്പൊ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ട്രാൻസ്ഫർ ഓഫ് ദ എംപ്ലോയി ടു അനദർ ജോബ് മേ ഒക്കേഴ്സ് വെർ ഹി ക്യാൻ പെർഫോം ആസ് എക്സ്പെക്ടഡ്. അപ്പൊ അദ്ദേഹത്തിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ജോബിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, അദ്ദേഹത്തിന് അസൈൻ ചെയ്ത് കൊടുക്കും. പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ആ ഒരു എംപ്ലോയിനെ ടെമ്പററി ആയിട്ട് അപ്പോയിന്റ് ചെയ്യും, ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യും. അതിനുശേഷം അദ്ദേഹത്തിന്റെ കഴിവും എബിലിറ്റിയും കേപ്പബിലിറ്റി ഒക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ അദ്ദേഹത്തിന് കറക്റ്റ് ആയിട്ടുള്ള ജോബിലേക്ക് എന്ത് ചെയ്യും, ട്രാൻസ്ഫർ ചെയ്യാറാണ് പതിവ്. അപ്പൊ നമ്മള് പ്ലേസ്മെന്റിന്റെ പ്രിൻസിപ്പിൾസ് ആണ് നോക്കിയത്. പ്ലേസ്മെന്റിന് 6 പ്രിൻസിപ്പിൾസ് ആണ് നമ്മൾ പറയുന്നത്. ആദ്യം പറഞ്ഞ പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ ജോബ് ഫസ്റ്റ് മാൻ നെസ്റ്റ്. ജോബ് ഫസ്റ്റ് മാൻ നെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ജോബ് അസൈൻ ചെയ്യും. ആ ജോബിന് അല്ലെങ്കിൽ ആദ്യം ആ ജോബിന് എന്തെല്ലാം ക്വാളിഫിക്കേഷൻസ് വേണം, എന്തെല്ലാം റിക്വയർമെന്റ്സ് വേണം, എന്തെല്ലാം സ്പെസിഫിക്കേഷൻ വേണമെന്ന് ഐഡന്റിഫൈ ചെയ്യും. നെക്സ്റ്റ് ആണ് മാൻ നെസ്റ്റ്. എന്നിട്ടാണ് നമ്മൾ ആ വ്യക്തിനെ ആ ഒരു ജോബിൽ ഈ ക്വാളിഫിക്കേഷൻ ഒക്കെ മാച്ച് ആയിട്ടുള്ള ഒരു വ്യക്തിനെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, അപ്പോയിന്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ആണ് പ്രിൻസിപ്പിൾസ് ഓഫ് ക്വാളിഫിക്കേഷൻ. നമ്മുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് വേണം എംപ്ലോയിനെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പ്ലേസ് ചെയ്യേണ്ടത്. അപ്പൊ ആപ്റ്റ് ആയിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പ്ലേസ് ചെയ്യാൻ. അപ്പൊ ഒരു റൈറ്റ് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അവർക്ക് ആ ക്വാളിഫിക്കേഷൻ ഡിമാൻഡ് ചെയ്യുന്ന ജോബ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, പ്രൊവൈഡ് ആയി ചെയ്യേണ്ടി വരും. നെക്സ്റ്റ് പ്രിൻസിപ്പിൾ ആണ് ടൈംലി പ്രിപ്പറേഷൻ. നമ്മൾ ഒരു പ്ലേസ്മെന്റ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ബിഫോർ നമ്മൾ എല്ലാ അറേഞ്ച്മെന്റ്സ്, ന്യൂലി ഹയർഡ് ആയിട്ടുള്ള എംപ്ലോയീസിന് വേണ്ട എല്ലാ അറേഞ്ച്മെന്റ്സും എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവണം. പ്രിൻസിപ്പിൾസ് ഓഫ് വർക്കിംഗ് കണ്ടീഷൻ മീൻസ് എക്സിസ്റ്റിംഗ് വർക്കിംഗ് കണ്ടീഷനെ കുറിച്ചിട്ട് എംപ്ലോയീസിന് ഒരു നോളജ് വേണം. അതേപോലെ നമ്മുടെ കമ്പനിയിൽ എന്തെങ്കിലും കമ്മിറ്റിംഗ് ഫ്രോഡ്, മിസ്റ്റേക്കോ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതിനുള്ള പണിഷ്മെന്റ് എന്താണെന്നും കൂടി നമ്മൾ അവർക്ക് ഇൻഫോം ചെയ്യണം. Next ആണ് principle of loyalty and cooperation. An employee should be made to feel a sense of commitment and cooperation. നമ്മുടെ എംപ്ലോയീസ് തമ്മിൽ ഒരു കമ്മിറ്റ്മെന്റും കോപ്പറേഷനും വേണം. എന്നാൽ മാത്രമാണ് നമുക്ക് ആ ജോലി നല്ല രീതിയിൽ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ റെസ്പോൺസിബിലിറ്റിനെ കുറിച്ച് മനസ്സിലാക്കാനും അത് ബെറ്റർ ആയിട്ട് നമ്മുടെ ജോബ് പെർഫോം ചെയ്യാനും ഈ കമ്മിറ്റ്മെന്റും കോപ്പറേഷനും നമ്മൾ ഒരു പരിധിവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് പറഞ്ഞ പ്രിൻസിപ്പിൾ ആണ് പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്ഫർ. നമ്മൾ ആദ്യം അപ്പോയിന്റ് ചെയ്യുമ്പോൾ ടെമ്പററി ആയിട്ടായിരിക്കും അവരെ അപ്പോയിന്റ് ചെയ്യുന്നത്. നമ്മുടെ ട്രെയിനിങ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോഴായിരിക്കും നമ്മൾ അവരെ ആ ഒരു ജോബിൽ നിന്ന് നമ്മൾ എന്ത് ജോലിയാണോ ചെയ്യേണ്ടത് ആ ഒരു ജോലിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോ അവരെന്താണ് നമ്മളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് ആ രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, പ്രവർത്തിക്കാനായിട്ട്. ഈ 6 എണ്ണമാണ് പ്രിൻസിപ്പിൾസ് ഓഫ് എന്താ പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. അതൊന്ന് റീഡ് ചെയ്ത പ്രിൻസിപ്പിൾസ് ഓഫ് പ്ലേസ്മെന്റ്.
ഓക്കെ ആണോ? ക്ലിയർ ആണോ? ആറ് പ്രിൻസിപ്പിൾസ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പ്രോസസ് ഓഫ് പ്ലേസ്മെന്റ് ആണ് ഉള്ളത്. നമുക്ക് 4 സ്റ്റെപ്സ് ഉണ്ട്. പ്ലേസ്മെന്റിന് 4 സ്റ്റെപ്സ് ഉണ്ട്. മെയിൻലി 4 സ്റ്റെപ്സ് ആണ് ഉള്ളത്. ഫസ്റ്റ് ഡാറ്റ കളക്ഷൻ ആണ്. നമ്മൾ ആ എംപ്ലോയി പ്ലേസ്മെന്റ് പ്രൊസീജിയറിൽ ഫസ്റ്റ് നമ്മൾ ആ എംപ്ലോയീസിനെ കുറിച്ചിട്ടുള്ള ഡാറ്റാസ് കളക്ട് ചെയ്യണം. അവരുടെ ക്വാളിഫിക്കേഷൻ, സ്കിൽസ്, എബിലിറ്റീസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കളക്ട് ചെയ്യണം, ഡാറ്റാസ് കളക്ട് ചെയ്യണം. രണ്ടാമത്തെ സ്റ്റെപ്സ് ആണ് ഇവാലുവേഷൻ. നമ്മൾ ആ അവർ കളക്ട് ചെയ്ത ഡാറ്റാസ് നമ്മൾ എന്ത് ചെയ്യും? ഇവാലുവേറ്റ് ചെയ്യും. എന്നിട്ട് ആ ഡാറ്റാസ് നോക്കിയിട്ട് ഏത് ജോബിനായിരിക്കും ഈ എംപ്ലോയി സ്യൂട്ടബിൾ ആയിട്ടുള്ളത് എന്ന് നമ്മൾ എന്ത് ചെയ്യും? നോക്കും, ഇവാലുവേറ്റ് ചെയ്യും. ഏത് ജോബിനായിരിക്കും അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് എന്ന് ഇവാലുവേറ്റ് ചെയ്യും. നെക്സ്റ്റ് തേർഡ് സ്റ്റെപ്പ് ആണ് അലോക്കേഷൻ ഓർ പ്ലേസിംഗ്. ആ റൈറ്റ് ജോബ്, ആ ബെസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ജോബിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? അദ്ദേഹത്തെ പ്ലേസ് ചെയ്യുന്ന പ്രോസസ് ആണ് എന്ത് പറയുന്നത്? അലോക്കേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി കൺട്രോൾ എന്ന് പറയുന്ന ഫോർത്ത് സ്റ്റെപ്സ് ആണ്. ഇനി എന്തെങ്കിലും അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കൺട്രോൾ ചെയ്യും. നമ്മൾ വെച്ചാല് ആദ്യം നമ്മളൊരു എസ്റ്റിമേറ്റഡ് പെർഫോമൻസ് ഉണ്ട്. നമ്മളൊരു എംപ്ലോയീസിനും സ്റ്റാൻഡേർഡ് പെർഫോമൻസും നോക്കുന്നുണ്ട്. അപ്പൊ സ്റ്റാൻഡേർഡും അവരുടെ ആക്ച്വൽ പെർഫോമൻസും നമ്മൾ എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കൺട്രോൾ ചെയ്യും. നോക്കാം. There are 4 steps in the procedure of employee placement, which are follows. 4 stages അല്ലെങ്കിൽ 4 steps ഉണ്ട് ഒരു എംപ്ലോയി പ്ലേസ്മെന്റിൽ. ഫസ്റ്റ് സ്റ്റെപ്പ് ഡാറ്റ കളക്ഷൻ. ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്സ് എന്താണ്? ഡാറ്റ കളക്ഷൻ ആണ്. In the employee placement procedure, the first step is to collect data about the employee. നമ്മൾ ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പ് ഏതാണ്? ഡാറ്റ കളക്ഷൻ ആണ്. ഈ സ്റ്റെപ്പിലാണ് എംപ്ലോയിനെ കുറിച്ചിട്ടുള്ള ഡാറ്റാസ് എന്ത് ചെയ്യുന്നത്? കളക്ട് ചെയ്യുന്നത്. പർപ്പസ് ഓഫ് ഐഡന്റിഫൈങ് ദ ക്വാളിഫിക്കേഷൻ, സ്കിൽസ് ആൻഡ് എബിലിറ്റി ഓഫ് ദ പ്രസന്റ് എംപ്ലോയി. അവരുടെ ക്വാളിഫിക്കേഷൻസ് എന്താണ്, സ്കിൽസ് എന്താണ്, അവരുടെ കഴിവുകൾ, എബിലിറ്റീസ് എന്തെല്ലാമാണ് എന്ന് നമ്മൾ എന്ത് ചെയ്യും? ഐഡന്റിഫൈ ചെയ്യും. ദെൻ അടുത്ത സ്റ്റെപ്പാണ് ഇവാലുവേഷൻ. നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റയുടെ ബേസിൽ ആ എംപ്ലോയിക്ക് ഏത് ജോബ് ആയിരിക്കും സ്യൂട്ടബിൾ എന്ന് ഇവാലുവേറ്റ് ചെയ്യും. After completing the first steps of collecting employee data, the next step is to evaluate the capability of the employee in order to analyze the type of the job that best suited to the employee. ഏത് ജോബ് ആയിരിക്കും ആ ഒരു എംപ്ലോയിക്ക് ബെസ്റ്റ് സ്യൂട്ടഡ്, ഏറ്റവും മാച്ച് ആയിട്ടുള്ള ജോബ് ഏതായിരിക്കും എന്ന് നമ്മൾ എന്ത് ചെയ്യും? ഐഡന്റിഫൈ ചെയ്യും, ഇവാലുവേറ്റ് ചെയ്യും. Then allocating and placing ആണ്. Then നമ്മൾ അവർക്ക് എന്ത് ചെയ്യും? ആ ഒരു ജോബ് നമ്മൾ അവർക്ക് അലോക്കേറ്റ് ചെയ്തു. In this steps, the employee plays the in this step, the company plays the employee on the job which is best suitable for him. അപ്പോ ഈ ഒരു സ്റ്റെപ്പിലാണ് നമ്മൾ ഏത് ജോലിയാണ് ആ എംപ്ലോയിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നത്? അസൈൻ ചെയ്ത് കൊടുക്കുന്ന സ്റ്റേജ് ആണ് ഇത് അലോക്കേറ്റിംഗ് ആൻഡ് പ്ലേസിംഗ് എന്ന് പറയുന്നത്. അറ്റ് ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുത്താൽ അവിടെ കംപ്ലീറ്റ് ചെയ്യുന്നില്ല പ്ലേസ്മെന്റിന്റെ പ്രൊസീജിയർ. ദെൻ എന്തുണ്ട്? കൺട്രോളിംഗ് കൂടി ഉണ്ട്. നമ്മൾ അവരുടെ പെർഫോമൻസും കാര്യങ്ങളും എന്ത് ചെയ്യും? മെഷർ ചെയ്യും. അതേപോലെ നമ്മൾ ഒന്നുകൂടി സ്റ്റാൻഡേർഡും ആക്ച്വലും വെച്ച് കമ്പയർ ചെയ്യും. എന്നിട്ട് എന്തെങ്കിലും ഡീവിയേഷൻസ് ഉണ്ടെങ്കിൽ കൺട്രോൾ ചെയ്യും. The final steps in the procedure is control. ഇതിൽ final step ആണ് in the procedure. Control ആണ്. These steps involve measuring and observing the employee performance in that particular job. ഈ ഒരു സ്റ്റെപ്പിൽ വരുമ്പോൾ നമ്മൾ മെഷർ ചെയ്യാണ് അവരുടെ എംപ്ലോയീസിന്റെ പെർഫോമൻസ് എങ്ങനെയാണ്, അത് ഒബ്സർവ് ചെയ്യും. എംപ്ലോയീസിന്റെ പെർഫോമൻസ്, ആ ഒരു ജോബ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് എങ്ങനെയാണ്, എന്തെങ്കിലും ഡീവിയേഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ അത് എന്ത് ചെയ്യും? കൺട്രോൾ ചെയ്യും. അപ്പോ ഒരു പ്ലേസ്മെന്റിനെ സംബന്ധിച്ച് 4 മെയിൻ സ്റ്റെപ്സ് ആണ് ഉള്ളത്. ഫസ്റ്റ് ഡാറ്റ കളക്ഷൻ, എംപ്ലോയീസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാം, അവരുടെ സ്കിൽസ്, എബിലിറ്റീസ് കാര്യങ്ങൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്യും. ദെൻ അത് വെച്ച് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും. നമുക്ക് ആ ഒരു എംപ്ലോയിക്ക് ഏത് ജോബാണ് അസൈൻ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കും. ആ ജോബ് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കും? അസൈൻ ചെയ്ത് കൊടുക്കും. അതാണ് അലോക്കേറ്റിംഗ്. ദെൻ അവർ ആ ജോബ് ചെയ്യുമ്പോൾ എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കൺട്രോൾ ചെയ്യും.
ഇങ്ങനെ 4 സ്റ്റെപ്സിലൂടെയാണ് ഒരു പ്ലേസ്മെന്റ് പ്രോഗ്രാം കറക്റ്റ് അല്ലെങ്കിൽ പ്ലേസ്മെന്റ് പ്രൊസീജിയർ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. ഒന്ന് റീഡ് ചെയ്തേ. റീഡ് ചെയ്ത് നോക്കിയോ? പ്രോസസ് ഓഫ് പ്ലേസ്മെന്റ് ക്ലിയർ ആണോ? ഐ തിങ്ക് ഒരു ക്ലാസ്സോട് കൂടി നമ്മുടെ റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ എന്ന് പറയുന്ന ഈ വലിയ ചാപ്റ്റർ കംപ്ലീറ്റ് ആകും. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു. Thank you, miss.